ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റുമായിട്ടാണ്. ഞാൻ ആമസോണിൽ നിന്ന് നമ്മുടെ വണ്ടിയിൽ പിടിപ്പിക്കാനായിട്ട് ഞാനൊരു ഡാഷ് ക്യാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡാഷ് ക്യാമിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ കൂടെ കാണാൻ പോണത്. ഇത്രയും വലിയ ബോക്സ് കൊണ്ട് ആരും പേടിക്കേണ്ടത്. 2 ഡാഷ് ക്യാം ഉണ്ട്. ഒരെണ്ണം ഫ്രണ്ടിനും കൂടി ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് തുടങ്ങാം അല്ലേ? ഓക്കെ. ബോക്സിലും പറ്റിപ്പുണ്ട്. വലിയ ബോക്സ് വന്നിട്ട് നമുക്ക് ഒരു ലോഡ് പേപ്പറും ഫ്രീ ആയിട്ടാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സ് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഫ്രണ്ടിൽ വരുന്ന ക്യാമറ ഇതാണ്. സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള 2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാൻ സ്വിച്ചസും മെമ്മറി കാർഡ് ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ മെമ്മറി കാർഡ് 32 GB ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട്. ഞാൻ പറയില്ല, നമ്മുടെ നാട്ടിലെന്നല്ല, നമ്മുടെ ഇവിടുത്തെ ചീപ്പായിട്ടുള്ളൊരു ക്യാമറയാണ്. നമ്മുടെ ഏകദേശം നാട്ടിലെ 4000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞൊരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് മെയിൻ ക്യാമറ. ഇത് നമുക്ക് ഈ പെട്ടിക്കകത്ത് എന്തൊക്കെ ഇത് നമ്മുടെ എന്താ പറയുക, ഗ്ലാസ്സിലേക്ക് സക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സാധനമാണ്. ക്യാമറയിലിട്ട് ഘടിപ്പിച്ചിട്ട് നമ്മൾ ഗ്ലാസ്സിലൊട്ടിക്കുന്ന, ഗ്ലാസ്സിലോ ഡാഷ്ബോർഡിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഇത് നമ്മുടെ റിവേഴ്സ് ക്യാമറയാണ്. അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒട്ടിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതിൻ്റേതായ വയറും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാമറയുടെ കണക്ഷൻ വയറാണ്. നമ്മൾ നേരെ 12 വോൾട്ട് പോയിന്റിലേക്ക് കൊടുക്കുന്ന ആ ഒരു സാധനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിനകത്തൊരു കാർഡേറ്റർ വന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് കോപ്പി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയും, പിന്നെ ഒരു സാധാരണ എല്ലാ സാധനവും മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനുവലും കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഒരു വാറണ്ടി കാർഡും കിട്ടിയിട്ടുണ്ട്. രജിസ്റ്റർ ഫോർ ആൻ എക്സ്റ്റൻഡ് വാറണ്ടി ഫോർ 3 years. ഐ തിങ്ക് 1 year വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നുള്ളൂ. ഇനി ഈ ഒരു ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബുക്സിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. G സെൻസർ ലോക്ക്, ലൂപ്പ് റെക്കോർഡിങ്, അതേപോലെ പാർക്കിംഗ് മോണിറ്റർ, മോഷൻ ഡിറ്റക്ഷന്, നൈറ്റ് വിഷൻ, ഓഡിയോ റെക്കോർഡിങ്, അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓഡിയോ റെക്കോർഡിങ് എന്തായാലും വർക്ക് ചെയ്യും, ഇതിനകത്ത് എന്തായാലും മൈക്ക് ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ നൈറ്റ് വിഷനും വർക്ക് ചെയ്യുമല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. വർക്ക് ചെയ്യേണ്ടതാണ്, പിടിപ്പിച്ചുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്യും. പിന്നെ വരുന്നത് G സെൻസർ, അതേപോലെ മോഷൻ ഡിറ്റക്ഷന്, പാർക്കിംഗ് മോണിറ്റർ, അതൊക്കെ ഇതിനകത്ത് എത്രത്തോളം വർക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്തായാലും പറയാം. പിന്നെ വന്നത് ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിൽ ഈ ക്യാമറയിൽ വന്നിട്ടുള്ളത് 170 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറയാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് റിയറിൽ 120 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലിത് മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൽ വന്നതും. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സ്പെസിഫിക്കേഷൻസാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിത് റെക്കോർഡ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിൽ പിടിപ്പിക്കുക. അപ്പോൾ പിടിപ്പിക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ, എങ്ങനെ നമുക്ക് ഡാഷ് ക്യാം സെറ്റ് ചെയ്യാമെന്ന് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിടിപ്പിക്കുന്ന വീഡിയോയിലേക്ക് പോകാം.